അല്ലേ? അവൾ എന്താ ചെയ്തെന്നറിയോ? നമ്മുടെ ഹീറോയ്ക്ക് ക്യാൻസർ ആണെന്ന് അവൻ ആന്റിയോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ട അവര് എന്ത് ക്യാൻസറോ എന്ന് പറഞ്ഞ് ടെൻഷനായി വീട്ടിലേക്ക് വരുമ്പോ ഹീറോ അടിപൊളിയായിരുന്നു നൂഡിൽസ് കഴിക്കുകയാണ്. ആ എന്റെ പണം എവിടെ എന്ന് ആന്റിയോട് ചോദിച്ചു. എന്ത് പണം? എവിടുത്തെ പണം? എന്റെ അമ്മയും അച്ഛനും മരിച്ചതിനു ശേഷം ഇൻഷുറൻസ് ആയി കുറച്ച് ക്യാഷ് വന്നില്ലേ, അതെവിടെ? അതെന്തിനാ നിനക്ക്? കുരുത്തക്കേടെല്ലാം കാണിച്ചിട്ട് ഇപ്പൊ നിനക്ക് ക്യാഷും വേണം അല്ലേ? എന്തായി പറയുന്നേ? എനിക്ക് ക്യാൻസർ ആണ്, എന്നിട്ട് നീ ക്യാഷ് എന്താ തരാത്തെ? ഡേ, നിനക്ക് ക്യാൻസർ ഒന്നുമില്ല, അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാൻ നിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്തു, നിനക്ക് ഒന്നുമില്ല എന്ന് ആന്റി പറഞ്ഞു. എന്നാ ആ നേഴ്സ് എന്നോട് ക്യാൻസർ ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവൻ ആലോചിക്കുകയാണേ. എന്തെന്നാ അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ നേഴ്സ് ഒരുമാതിരി കൺഫ്യൂഷനായി ബെഡ് നമ്പർ 3യിലുള്ള പേഷ്യന്റ് ആരാന്ന് പോലും നോക്കാതെ ഹീറോയുടെ ഹലോ, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ? എന്താ നിങ്ങൾ അതിനെ കുറിച്ച് പറയാനതേ എന്ന് പറഞ്ഞ് നല്ലോണം ചീത്ത പറഞ്ഞു പോയിട്ടുണ്ടേ. ഇപ്പൊ എനിക്ക് ക്യാൻസർ ഇല്ലേ? ആ പോട്ടെ, ആ ഇൻഷുറൻസിന്റെ ക്യാഷ് താ. അതും നീ മുക്കാനാണോ പ്ലാൻ? അതേടാ, ഞാൻ മുക്കും. നിന്റെ അമ്മയും അച്ഛനും മരണത്തിന് കാരണക്കാരും ഞാനാണ്. അവര് പോയിരുന്ന ട്രെയിനിൽ ഞാനാണ് പ്ലാൻ ചെയ്ത് ക്രാഷ് ചെയ്യിച്ചത്. അതിൽ നീയും മരിക്കുമെന്ന് കരുതി. എന്നാ എന്താ ചെയ്യാൻ, ജീവനോടെ വന്ന് എന്നെ കൊല്ലാക്കൊല്ല ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നല്ലോണം ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു.